ബോസിൽ നിന്ന് ഇറങ്ങി അഖിൽമാരാർക്ക് 6 മാസമേ ലൈഫുള്ളൂ പറഞ്ഞാൽ പിന്നെ എന്തിനാണ് അഖിൽമാരാർ ജീവിച്ചിരിക്കുന്നത്? അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടായിരുന്നു ബിഗ് ബോസിന് കിട്ടിയ ഫെയിം 6 മാസം കൂടെ. 6 മാസം എന്നല്ല, ഇനി ജീവിച്ചിരിക്കുന്ന കാലം വരെ നിലനിർത്തണമെങ്കിൽ ഞാൻ പണിയെടുക്കണം. ഞാൻ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അല്ലാതെ മുൻപോട്ട് കിടന്ന താറാവിനെ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് 2 മാസം കൊണ്ട് ഞാനൊരു 10-100 ഇനാഗുറേഷൻ ചെയ്ത്, അല്ലെങ്കിൽ 100 ഇനാഗുറേഷൻ ചെയ്യാൻ പറ്റും, 50 ഇനാഗുറേഷൻ ചെയ്തെന്ന് വെച്ചു, കുറേ താൽക്കാലികമായിട്ട് കുറേ പൈസ കിട്ടും. അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഇനി ഞാൻ പണ്ട് എൻ്റെ 2013 ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ വാട്സപ്പിൽ അയച്ചു തരാം. ശൂന്യമായ കരങ്ങളുമായാണ് ജനിച്ചത്, ശൂന്യമായ കരങ്ങളുമായിട്ടാണ് മടങ്ങുന്നത്. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. എൻ്റെ പേരിൽ വസ്തുവോ മറ്റു കാര്യങ്ങളോ വണ്ടിയോ പോലും എൻ്റെ പേരിലല്ല, എൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ അവനെടുത്ത ലോൺ ഞാൻ മാസം അടയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പണ്ട് പറയുമായിരുന്നു, രാഷ്ട്രീയത്തിലൊക്കെ മന്ത്രിമാരും വലിയ രീതിയിലൊക്കെ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെന്തിനാണ് ഈ അഴിമതി കാണിക്കുന്നത്? ഇവർക്ക് എന്തിനാണ് ഈ കോടിക്കണക്കിന് രൂപ? ഇവരെ എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നാൽ റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. പിന്നെ എന്തുണ്ടാക്കാനാണ് ഈ പണം ഇങ്ങനെ ഒരു പരിധിക്കപ്പുറം ഉണ്ടാക്കുന്നത്? ഒരു മനുഷ്യന് 3 നേരം ഭക്ഷണം കഴിക്കണം, കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം എന്നതിനപ്പുറത്തേക്ക് ഈ പണത്തിന് എന്ത് നൽകാൻ പറ്റും? പണത്തിനെല്ലാം നൽകാൻ പറ്റും, സ്ഥായിയായ സന്തോഷം ഒഴിച്ച്. ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഓക്കെ, എനിക്ക് മാലദ്വീപ്സ് ട്രിപ്പ് വന്നു, യൂറോപ്യൻ ട്രിപ്പ് വന്നു, ഞാൻ വേണ്ടെന്നാണ് മെസ്സേജ് അയച്ചത്, എനിക്ക് താല്പര്യമില്ലെന്നാണ് മെസ്സേജ് അയച്ചത്. ഞാൻ വേണമെങ്കിൽ വോയിസ് അങ്ങനെ അയച്ചു തരാം, എനിക്ക് ഇങ്ങോട്ട് വന്ന മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്ത മെസ്സേജ് ഞാൻ അയച്ചു തരാം. അപ്പോൾ ഞാൻ അതല്ല എൻജോയ് ചെയ്യുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇവിടെ ഒരു റൂമിനകത്തിരുന്ന് ഞങ്ങൾ കമ്പനി അടിക്കുന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഞാൻ മദ്യപിക്കാറില്ല, അല്ലെങ്കിൽ പണ്ട് നമ്മൾ 2 പെഗ് ഒഴിച്ച് കഴിക്കുന്നെങ്കിലോ, ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ മക്കളോടൊത്തും ഭാര്യയോടൊത്തും കഴിക്കുന്നത്.